ഹലോ ഗൈസ്, മോഹനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ലക്ഷ്മി പ്രകാശിനോട് ചോദിക്കുക, അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നിന്നെ പണ്ടേ എൻ്റെ നാട്ടുകാരായി കിട്ടിയിരുന്ന ഈ ഇഞ്ചിഞ്ചായിട്ട് ഇടിച്ച് ഈ പരുവത്തിലാക്കിയേനെ. എനിക്ക് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി ഇടയ്ക്ക്, അതുകൊണ്ടാണ് വൈകിയത്. പക്ഷേ ഇനി നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എന്നെ ഉപേക്ഷിക്കാതെ പിന്നെയും കിട്ടി. ഇപ്പം നീ പിന്നെ മൂന്നാമത് വേറൊരാളും കൂടെ കിട്ടി അവരുടെ ജീവിതം കൂടെ കളയാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ഐക്ക് ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാം. അപ്പോൾ ഐ പറയുന്നുണ്ട്, ഇവനിട്ട് രണ്ടെണ്ണം കൊടുക്കട്ടെ മേഡം എന്ന് പറഞ്ഞ് ശരിക്കും കൊടുക്കും കേട്ടോ പ്രകാശനിട്ട്. കുറേ അടിയിട്ട് കഴിയുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, ഇനി എന്നെ തല്ലിക്കഴിഞ്ഞാൽ സാറ് കൊലപാതക കുറ്റത്തിന് അകത്ത് കിടക്കേണ്ടി വരും. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലായി കേട്ടോ പ്രകാശൻ. അത് കഴിയുമ്പോഴത്തേക്കും പ്രകാശനോട് പോലീസുകാരൻ പറയാം, എഴുന്നേക്കടാ, ഇനിയിപ്പോൾ എന്തായാലും നിന്നെ നേരെ റിമാൻഡ് വിടാൻ പോവാ, ഇനി കുറച്ച് കാലം അകത്ത് കിടക്ക് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും പ്രകാശൻ പറയുവാണ്, റിമാൻഡിലോ സാറേ, ചതിക്കരുത്, എൻ്റെ കല്യാണമോ എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി വീണ്ടും പുച്ഛിച്ച് പറയാം, അവൻ്റെ ഒരു കല്യാണം അടുത്ത ആരെയോ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങിയേക്കുക. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, തൽക്കാലം ഇത്രയും മതി സാറേ, ബാക്കി ഇവനെ കോടതി കയറ്റി നിയമപരമായിട്ട് ഞാൻ അകത്തിട്ട് വീണ്ടും കുടിപ്പിച്ചോളാം, സാറിങ്ങ് പോരെ എന്നിങ്ങ് പറയും കേട്ടോ. അത് കഴിയുമ്പം ഐ നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ദേഷ്യവും കലിയൊക്കെ വന്ന് പ്രകാശനിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ലക്ഷ്മിയും ഇങ്ങനെ പ്രകാശനെ നോക്കി പ്രകാശനകത്ത് കിടക്കുന്ന കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുവാണ്. പിന്നെ കാണിക്കുന്നത് കാർത്തികേനെയാണ്. കാർത്തിക ഇങ്ങനെ വണ്ടിക്ക് പോകുമ്പം വിക്രത്തിൻ്റെ കോള് വരും കേട്ടോ. അപ്പോൾ തന്നെ കാർത്തിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അച്ഛനെ പോലീസ് വിളിച്ചെന്ന് പറയാൻ വേണ്ടിയുള്ള വിളിയായിരിക്കും. ഒന്നും അറിയാത്ത പോലെ ഫോൺ എടുക്കും കേട്ടോ കാർത്തിക. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങ് വരണ്ട, അച്ഛനെ പോലീസ് പിടിച്ചു, ആ കല്യാണിയും കിരണൊക്കെ വന്നിട്ടുണ്ട്, എന്തോ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയുകയാണ്, അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ, അവർ വന്നെങ്കിൽ പിന്നെ അതിലെന്താ സംശയം, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ അമ്മേനെ കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിലാക്കിയിട്ട് അങ്ങ് വരാം, അച്ഛൻ്റെ കാര്യത്തിന് ഞാനിപ്പോൾ തന്നെ എത്തിയേക്കാം, നീ ടെൻഷൻ അടിക്കാതിരിക്കുക, എൻ്റെ അമ്മ അറിഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല, അതോർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട, കല്യാണം നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും വിക്രത്തിനൊരു ആശ്വാസമാവുകയാണ്. വിക്രം ഇങ്ങനെ കാർത്തിക പറഞ്ഞു നോക്കി ഇങ്ങനെ കേട്ടിങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ കാണിക്കുന്ന കല്യാണീനെ രൂപേനെയാണ്. കല്യാണി രൂപയുടെ അടുത്ത് ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ നമ്മളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം, വേറൊന്നും കൊണ്ടല്ല, വിക്രം എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനെയും അവൻ്റെ മുത്തശ്ശിയേക്കാളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ളൊരു ചെറുക്കനാണ്. അവൻ വളർന്നു വന്നേക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് സ്വത്തും പണവും ഒരുപാട് ആൾക്കാരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ അവൻ്റെയൊക്കെ മുമ്പിൽ അവരൊക്കെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ആങ്ങളെപ്പോലെ തന്നെയുള്ള മനോഭാവമാണ് അവനും, അവിടെ നമ്മൾ സൂക്ഷിച്ചേ മതിയാവുള്ളൂ മോളെ എന്ന് പറയും കേട്ടോ. ഇത് കഴിയുമ്പോൾ കല്യാണിക്ക് ചെറിയൊരു ടെൻഷനാവുകയാണ്. എങ്കിലും കല്യാണി പറയുവാണ്, ഇന്ന് രാവിലെയും കൂടെ എൻ്റെ അമ്മേനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പം പ്രകാശം പറയാൻ ബാക്കിയൊന്നുമില്ല, വിക്രം അമ്മ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിതയ്ക്ക് പോലും തീ കൊളുത്താൻ വരില്ല എന്ന് പറഞ്ഞ് കുറേ കളിയാക്കിയത് സംസാരിച്ച് അമ്മയ്ക്ക് ഒരുപാട് വിഷമമായി എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയും കേട്ടോ രൂപയോട്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, ഇങ്ങനൊരു മകൻ ചതിക്ക് തീ കൊളുത്തുന്നതിലും ഭേദം അത് കൊളുത്താതിരിക്കുന്നത് തന്നെയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി അമ്മേനെയാണ്. ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് കാർത്തിക പോലീസ് സ്റ്റേഷനിലെത്തുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അമ്മയുടെ അഭിനയം കൊള്ളാം, ഞാൻ എന്തായാലും പ്രകാശനൊന്ന് കാണട്ടെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുവാണ്, മോളുടെ സ്വാധീനം ഉപയോഗിച്ച് അങ്ങേരെ ജാമ്യത്തിലിറക്കി കൊണ്ടുപോയി എന്നുള്ള രീതി പറ, ഞാനിവിടെ പുറത്ത് കാണും, വന്നു കഴിയുമ്പോൾ അവനോട് മോളുടെ മുമ്പിൽ വെച്ച് എനിക്ക് 4 വർത്തമാനം പറയാനുണ്ട്, എല്ലാം ഞാൻ ഐയോട് പറഞ്ഞിട്ടുണ്ട്, മോളകത്തേക്ക് ചെല്ല് എന്ന് പറയാം കേട്ടോ. അത് കേട്ടിട്ട് കാർത്തിക നേരെ അകത്ത് ചെല്ലുവാണ്. ചെന്ന് ഐനെ കണ്ട് സംസാരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഐ പറയുന്നുണ്ട്, മേഡം പറഞ്ഞതനുസരിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ കഥയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവനിട്ട് 4 എണ്ണോടെ കൂടുതൽ കൊടുക്കാനാണ് തോന്നിയത്, എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പം ജാമ്യത്തിൽ വിടുന്ന രീതിയിൽ അടുത്ത നീക്കങ്ങൾ നടത്താം അല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും കാർത്തിക പറയാണ്, അതാ വേണ്ടത്, അതിനു മുമ്പ് ഞാൻ അയാളൊന്ന് കാണട്ടെ, എന്നിട്ട് നേരെ ഞാനായിട്ട് ഇറക്കിക്കൊണ്ട് പോകുന്ന രീതിയിൽ കൊണ്ടുപോയിക്കോളാം ഇവിടെ നിന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പറയാണ്, എന്നെ ഇതിനിടയ്ക്ക് CSR വിളിച്ചായിരുന്നു, സാറിന് ഒരുപാട് സ്വാധീനമുണ്ടല്ലോ, ഞാനൊരു ട്രാൻസ്ഫറിൻ്റെ കാര്യം സാറിനോട് സൂചിപ്പിച്ചായിരുന്നു, അതെന്തായാലും സാറ് ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, പിന്നെ സാറ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ശരിക്കും ന്യായത്തിൻ്റെ ഭാഗത്ത് തന്നെയാണല്ലോ സാറ് നിൽക്കുന്നത്, അതുകൊണ്ട് സാറിന് ഭാവിയിൽ കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പ്രകാശനെ കാണാൻ വേണ്ടി ചെല്ലും കേട്ടോ. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്,
മോളെ അവരെല്ലാം കൂടെ എന്നെ കുടുക്കിയതാ. ഞാൻ അവർക്ക് ക്ഷണക്കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് അവർ വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര അഭിനയം അങ്ങ് തുടങ്ങും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അതെനിക്കറിയാൻ പാടില്ല അച്ഛാ. എൻ്റെ അമ്മയ്ക്ക് എന്തായാലും അച്ഛനെ നഷ്ടപ്പെടാൻ പറ്റത്തില്ല. അമ്മയ്ക്കത് സഹിക്കത്തില്ല. എന്തായാലും സാരമില്ല, അമ്മേനെ ഞാനൊന്നും അറിയിച്ചിട്ടില്ല. അവിടെ ഹോട്ടലിൽ കൊണ്ടാക്കിയേക്കുവാണ്. പക്ഷേ അതല്ലല്ലോ പ്രശ്നം. ഈ ഫുഡും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രകാശം പറയുവാണ്, വന്നവരോടൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറയണം. അതൊന്നും വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം കാർത്തിക പറയാം, വേസ്റ്റ് ആവുന്നതിൻ്റെ മാത്രമല്ലോ, ബാക്കി ഫുഡ് നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിലോട്ട് വല്ലതും കൊടുക്കാം, കാശും പോവുമല്ലേ ചെയ്തേ എന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും പ്രകാശന് ചെറിയൊരു വിഷമമാവുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, മോളെ എനിക്ക് ജാമ്യം കിട്ടുമായിരുന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ജാമ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞു. എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ അച്ഛനെ ഇറക്കിക്കൊണ്ട് പോകാനാണ് വന്നത്. പിന്നെ ഈ പോലീസിലെ സ്റ്റേഷനിലെ എസ് ഐ ഇവിടെ കുറേ നാൾ കാണുമല്ലോ, അയാളെ ഇവിടുന്ന് മാറ്റും എന്നും കൂടെ പറയുക കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും പ്രകാശൻ അഹങ്കാരത്തോടെ പറയുവാണ്, എങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ലോക്കപ്പ് തുറന്നു വിട്ട പോലീസുകാരൻ പറയുന്നത്, മിണ്ടായിരിക്കടാ, അടങ്ങിയിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, ആവശ്യമില്ലാതെ കള്ളക്കേസ് പെടുത്തി എൻ്റെ അച്ഛനെ ഇതിൻ്റെ അകത്താക്കിയത്, അതിന് എല്ലാവരും മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വെള്ളോട്ട് ഇറങ്ങുമ്പോഴേക്കും പ്രകാശനോട് പറയുക, ദേ അവരവിടെ നിൽപ്പുണ്ട് എന്ന് പറയുമ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയെ കണ്ടിട്ട്, മൂക്കി വരെ നേരത്തെ അറിയാവോ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഇവിടെ വന്നപ്പോൾ പോലീസുകാരാണ് പറഞ്ഞേ ഇവരെ അച്ഛനെതിരെ കേസ് കൊടുത്തതെന്നുള്ള രീതിയിൽ. പ്രകാശൻ ലക്ഷ്മിയെ കാണുമ്പം പേടിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. എങ്കിലും പറയുന്നുണ്ട്, നിങ്ങളെന്തിനാണ് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്, എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ആക്ട് ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, നീ ഇനിയും കെട്ടാൻ പോവാന്നറിയാം ഇവളുടെ അമ്മേനെ. എനിക്കിടയ്ക്ക് കുറച്ച് തിരക്കായിപ്പോയി, അതാ നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാതെ. കല്യാണിയും കിരണമൊന്നും അല്ല കാരണം, നിനക്കെല്ലാ സത്യങ്ങളും അറിയാമല്ലോ. നീ ഇങ്ങനെ വാ മൂടി മിണ്ടാതെ നിൽക്കാതെ അതൊക്കെ അങ്ങ് തുറന്ന് സമ്മതിക്കണം പ്രകാശ, അല്ലെങ്കിൽ അത് എവിടെ പറയിക്കണം എന്നുള്ളത് എനിക്കറിയാം. നിന്നെ ഞാൻ കോടതി കയറ്റും എന്നിങ്ങനെ പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് പ്രകാശനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പോഴേക്കും കാർത്തിക ഒന്നും അറിയാത്ത പോലെ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് ഞാനൊന്ന് കേൾക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അതിവിടെയല്ല കോടതിയിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുവാണ്. അങ്ങനെ ലക്ഷ്മിയമ്മയും നമ്മുടെ കാർത്തികയും തകർത്ത് അഭിനയിക്കും കേട്ടോ. ഇതൊക്കെ കണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പ്രകാശനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്